തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പിരിച്ചുവിട്ടത് ശുദ്ധ തോന്നിയാസമാണ്. UDF സർക്കാർ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ബലം പ്രയോഗിച്ച് കൈയടക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ഈ ബാങ്കിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് 65 എൻക്വയറി അവർ ഇട്ടിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് അവർ ഇതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി ആദ്യം വന്നത്. ഓഫീസിൽ ആ പേപ്പറെല്ലാം അവർ കൊടുത്തിട്ട് പോയി. അതിനുശേഷം 13-ാം തീയതി ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് കൈപ്പറ്റുകയും ചെയ്തു. ആ കൈപ്പറ്റിയതനുസരിച്ച് ഈ നോട്ടീസ് അച്ചടി വ്യക്തം അല്ലാതിരുന്നിട്ട് കൂടി പരിശോധിച്ചപ്പോൾ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ, ആ രേഖകൾ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ കൊടുക്കാൻ കഴിയൂ. അത് ഏതാണ്ട് 12 രേഖകളാണ്. ഇങ്ങനെ റിസർവ് ബാങ്കിൻ്റെ അനുമതി അവരുടെ കോൺഫിഡൻഷ്യൽ രേഖകളാണ്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ രേഖകളും അവർ നൽകാമെന്ന് പറഞ്ഞു. 17-ാം തീയതി ഇത് ഏറ്റുവാങ്ങാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബാങ്കിലെത്തി കൃത്യമായിട്ട് എല്ലാ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയതാണ്. എന്നാൽ സമയം വൈകിപ്പോയി. അയാൾ 3 മണിക്കാണ് അവിടെ വന്നത്, വൈകിട്ട്. സമയം വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥൻ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്നലെ 65 എൻക്വയറിയോട് സഹകരിച്ചില്ല എന്നൊരു മുടന്തൻ ന്യായം പറഞ്ഞ് ഈ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് പോലും, ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും ചെയ്യാത്ത ഏറ്റവും വലിയ നിയമവിരുദ്ധമായ നടപടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. 65 എൻക്വയറി കോൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഉള്ള കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ വേണമെങ്കിൽ അവർക്ക് 68 ഇംപ്ലിമെൻ്റ് ചെയ്യാം. സാധാരണഗതിയിൽ 65 കഴിഞ്ഞാൽ 31(1) പ്രകാരം ഇവർക്ക് വിശദീകരണത്തിനുള്ള നോട്ടീസ് നൽകണം. അതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത്തരത്തിലേക്കൊരു നോട്ടീസ് നൽകിയിട്ടില്ല. അങ്ങനെ നോട്ടീസ് നൽകാതെയാണ് സെക്ഷൻ 32 പ്രകാരം ഈ ബാങ്ക് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാത്ത ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു കടന്നാക്രമണം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. വന്യമൃഗങ്ങൾ പോലും ഇത്രയും ആർത്തിയോടുകൂടി ഈ ബാങ്ക് പിടിക്കാൻ ഇറങ്ങില്ല. അതിന് വന്യമൃഗങ്ങളെക്കാൾ മോശപ്പെട്ട സമീപനമാണ് ഇപ്പം VD സതീശൻ സർക്കാർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം. അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഈ ബാങ്ക് പിടിച്ചടക്കൽ ഇവിടെ തുടങ്ങുകയാണ്. ഈ ജില്ലയിലെ ഏറ്റവും വലിയ ബാങ്കാണിത്, ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അതുകൊണ്ട് ഏറ്റവും വലിയ ബാങ്ക് തന്നെ ആർത്തിയോടുകൂടി പിടിച്ചടക്കി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധാരണ, ഇതിനെതിരെ നിയമപരമായും സംഘടനാപരമായും അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോവുകയാണ്. ഈ ജോയിന്റ് രജിസ്ട്രാർക്ക് പ്രത്യേക അധികാര പരിധി ഉണ്ടോ അങ്ങനെ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടാനായിട്ട്? 65 എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ ഈ ബാങ്ക് അവരാരോപിക്കുന്ന കുറ്റമെല്ലാം ചെയ്തു എന്ന് കണ്ടാൽ അവർക്ക് നടപടിയിലേക്ക് പോകാം. ആ നടപടിക്ക് പോകുന്നതിന് മുന്നോടിയായി കൊടുക്കുന്ന നോട്ടീസാണ് 31(1) പ്രകാരമുള്ള വിശദീകരണ നോട്ടീസ്. ആ നോട്ടീസ് ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തികച്ചും നിയമവിരുദ്ധമായി ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ഒരു ഏകാധിപത്യ ഭരണകൂടം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേ രീതിയിലാണ് എല്ലാ നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഇത്തരം ഹീനമായ ഒരു പിരിച്ചുവിടൽ നടപടിയിലേക്ക് ഈ ഗവൺമെൻറ് പോയിരിക്കുന്നത്. ഈ നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമുള്ള ഈ ആരോപണം ഇതിനെ കേൾക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ ജസ്റ്റിസ് ആണ്, അതുണ്ടായിട്ടില്ലെന്നാണോ പറയുന്നത്? അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരാവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ബാങ്ക് കൃത്യമായിട്ട് തന്നെ നൽകി 17-ാം തീയതി. അതാ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കണ്ടു. ആ ഉദ്യോഗസ്ഥൻ അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ ബാങ്ക് കൊടുത്ത രേഖകൾ ഏറ്റെടുക്കാതിരുന്നത്. അവരാവശ്യപ്പെട്ട മുഴുവൻ രേഖകളും കൊടുത്തു, റിസർവ് ബാങ്കിൻ്റെ 12 രേഖ ഒഴിച്ച്. ആ 12 രേഖയും കൊടുക്കാൻ ഇവർ തയ്യാറാണ്. റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം. അപ്പം അതിലും വലിയൊരു പ്രശ്നം, ഈ ബാങ്ക് പിരിച്ചുവിടണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ അനുമതി കൂടി വേണം. അതും തേടിയിട്ടില്ല. അപ്പോൾ തികച്ചും
ഒരു ഗുണ്ട ആക്രമണം എന്ന പോലെ, ഒരു വാടക ഗുണ്ട ആക്രമണം എന്ന പോലെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഈ ബാങ്ക് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഓഗസ്റ്റ് 11-ാം തീയതി അവര് ഓഫീസിലെത്തി, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ രേഖകൾ ഒന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് രേഖകൾ കുറച്ച് രേഖകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഓഗസ്റ്റ് 11-ാം തീയതി ആ ഉദ്യോഗസ്ഥൻ അവിടെ വരുമ്പോൾ ബന്ധപ്പെട്ട MD-യോ മറ്റു ആളുകളോ ബാങ്കിലില്ലായിരുന്നു. അവരത് ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇവർ 13-ാം തീയതി അവർ വീണ്ടും ഉദ്യോഗസ്ഥന്മാർ വന്ന് ആ രേഖകളെല്ലാം വാങ്ങി, ചെയർമാൻ ഇവിടെ ഉണ്ട്, ചെയർമാൻ പരിശോധിച്ചു, ബോർഡ് അംഗങ്ങൾ പരിശോധിച്ചു, മാനേജിംഗ് ഡയറക്ടർ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ പറയുന്ന 64 പോയിന്റ് രേഖകളാണ് അവർ ആവശ്യപ്പെട്ടതെന്ന് അവർക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ 12 രേഖകൾ അത് റിസർവ് ബാങ്കിൻ്റെ കോൺഫിഡൻഷ്യൽ രേഖ ബന്ധപ്പെട്ട രേഖകളാണ്. ആ രേഖകൾ നൽകുവാൻ റിസർവ് ബാങ്കിന് ഇവർ കത്തെഴുതിയിരിക്കുകയാണ്. ബാക്കിയുള്ള മുഴുവൻ രേഖകളും ഇവർ നൽകി, പക്ഷേ അത് ആ ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയില്ല. വളരെ ബോധപൂർവം ആ ഉദ്യോഗസ്ഥൻ അത് കൈപ്പറ്റാതെയാണ് രേഖകൾ നൽകിയില്ല എന്ന ഫ്ലിംസി ആയിട്ടുള്ള ഒരു കാരണം പറഞ്ഞ് ഇപ്പോൾ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നത്.